കേരളത്തിൽ കണ്ണൂർ കഴിഞ്ഞാൽ CPM-ന് വലിയ സ്വാധീനമുള്ള വളരെ നല്ലൊരു ജില്ലയാണ് കോഴിക്കോട്. പ്രത്യേകിച്ച് കോഴിക്കോട് നഗരസഭയൊക്കെ നാളിതുവരെ CPM മാത്രമാണ് ഭരിച്ചത്. ഇപ്പോഴാണ് CPM-ന് കാലിടറിയത്. അതേസമയം ഒരുപാട് പ്രധാനപ്പെട്ട നേതാക്കളും CPM-ന് അവിടെ ഉണ്ടായി വന്നിട്ടുണ്ട്. അവിടെ നോർത്ത് മണ്ഡലം, കോഴിക്കോട് നോർത്ത്, സൗത്ത് അത് എപ്പോഴും മുസ്ലിം ലീഗ് കൊണ്ടുപോകും. ഡോക്ടർ എം കെ മുനീറും ഒക്കെ അവിടെ മത്സരിച്ച് അത് കൊണ്ടുപോകും. പക്ഷേ നോർത്ത് മണ്ഡലം, കോഴിക്കോട് നോർത്ത് മണ്ഡലം എപ്പോഴും ഒരു CPM ഓറിയൻറ്റഡ് മണ്ഡലമാണ്. അവിടെ കഴിഞ്ഞ പ്രാവശ്യം തോട്ടത്തിൽ രവീന്ദ്രനാണ് 2021 ജയിച്ചത്. പിന്നെ നല്ല ഭൂരിപക്ഷത്തിൽ തോട്ടത്തിൽ രവീന്ദ്രൻ ജയിച്ചു. അതിനു മുമ്പ് പ്രദീപ് കുമാർ 2 പ്രാവശ്യം അവിടെ പ്രദീപ് കുമാർ MLA പ്രദീപ് കുമാർ മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി ആയിട്ടൊക്കെ ഇരിക്കുന്ന, ഇപ്പോൾ കഴിഞ്ഞല്ലോ, പീരീഡ് കഴിഞ്ഞ്, എന്നാലും പ്രൈവറ്റ് സെക്രട്ടറി, അവസാന കാലത്ത് പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്ന പ്രദീപ് കുമാർ. അദ്ദേഹമാണ് അവിടെ നല്ല സ്കൂളൊക്കെ തുടങ്ങി ഒരു അത്യാവശ്യം സംസ്ഥാനത്ത് പേരെടുത്ത ഒരു MLA ആണ് പ്രദീപ് കുമാർ. അദ്ദേഹം 2 പ്രാവശ്യം ഉണ്ടായിരുന്നു. എന്നാൽ അതിനു മുമ്പേ 1996 സുജന പാൽ എന്ന് പറയുന്ന കോൺഗ്രസിൻ്റെ നേതാവും ജയിച്ചിട്ടുള്ള മണ്ഡലമാണ് ഈ കോഴിക്കോട് നോർത്ത് എന്ന് മനസ്സിലാക്കിയിരിക്കുക. ഇപ്രാവശ്യം മത്സരിക്കുന്ന ഒരു ജയന്ത് എന്ന് പറയുന്ന CPM-ന് കോൺഗ്രസിന് വേണ്ടി മത്സരിക്കുന്ന ജയന്ത്, അതുപോലെ തോട്ടത്തിൽ രവീന്ദ്രൻ വളരെ വലിയ നേതാവാണ്. അദ്ദേഹം മേയറായിരുന്ന ആളാണ്, കോഴിക്കോട് മേയറായിരുന്നു, വലിയ നേതാവാണ്. അപ്പോൾ തോട്ടത്തിൽ രവീന്ദ്രനുണ്ട്, അദ്ദേഹം നിലവിൽ MLA-യുമാണ്. അതുപോലെ തന്നെ നവ്യ ഹരിദാസ് എന്ന് പറയുന്ന BJP-യുടെ അടുത്തൊരു ജിഹുവയാണ്. BJP-ക്ക് കുറേ വനിതാ ജിഹുകളുണ്ട്. അതിൽ വളരെ പ്രധാനപ്പെട്ട ആൾ തന്നെയാണ് ശോഭാ സുരേന്ദ്രൻ. അതുപോലെ തന്നെ അശ്വനി, കാസർഗോഡ് എടുത്താൽ അശ്വനി, കോഴിക്കോട് എടുത്താൽ ഈ നവ്യ എന്ന് പറയുന്ന ഈ വനിത, പിന്നെ തിരുവനന്തപുരത്ത് എടുത്താൽ ആശാനാഥ്. അങ്ങനെ എല്ലായിടത്തും കുറച്ച് വനിതകളെ അവർ സീരിയസ് ആയിട്ട് വളർത്തിക്കൊണ്ട് വന്നിട്ടുണ്ട് BJP. അപ്പോൾ അതിൽ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ് അവിടെ മത്സരിക്കുന്നത്. ഇതിൽ അവർ വലിയ ഹൈപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. അവരുടെ റോഡ് ഷോകളായാലും സ്വീകരണ പരിപാടികളായാലും. മാത്രമല്ല, അവർ അവിടെ കോർപ്പറേഷനിൽ കൗൺസിലറുമായിരുന്നു. അപ്പോൾ ഇപ്പോഴും കൗൺസിലറാണെന്ന് തോന്നുന്നു. കഴിഞ്ഞ പ്രാവശ്യം കൗൺസിലറായിരുന്നു, ഇപ്പോഴും ഇനി കൗൺസിലറാണോ എന്നറിയില്ല. അപ്പോൾ എന്തായാലും നവ്യ ഹരിദാസും, അതുപോലെ തന്നെ തോട്ടത്തിൽ രവീന്ദ്രനും, അതുപോലെ തന്നെ ജയന്തും മത്സരിക്കുമ്പോൾ കോൺഗ്രസിന് ഒരു അപ്പർ ഹാൻഡ് ഇപ്രാവശ്യം കോഴിക്കോട് ജില്ലയിൽ കിട്ടിയിരിക്കുകയാണ്. ജില്ലാ പഞ്ചായത്തിലും ഒരു അപ്പർ ഹാൻഡ് കോഴിക്കോട് കിട്ടിയിട്ടുണ്ട്. ആ അപ്പർ ഹാൻഡ് നിലനിർത്താൻ കഴിഞ്ഞാൽ തോട്ടത്തിൽ രവീന്ദ്രൻ തോറ്റുപോകുമോ എന്നുള്ളൊരു സംശയമുണ്ട്. പക്ഷേ തോട്ടത്തിൽ രവീന്ദ്രൻ ഒരു അതികായകനാണ്, അവിടുത്തെ വളരെ പ്രധാനപ്പെട്ട ഒരു നേതാവാണ്. CPM-നെ സംബന്ധിച്ച് അവർക്ക് അവതരിപ്പിക്കാൻ കഴിയുന്ന വളരെ പ്രധാനപ്പെട്ട നേതാവാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഒരുപക്ഷെ ജയിച്ചേക്കാം. എന്നാൽ ജയന്ത് UDF-ന്റെ ഒരു കുത്തൊഴുക്ക് വരുന്നുണ്ട് കേരളത്തിൽ. ആ കുത്തൊഴുക്കിൽപ്പെട്ട്, ഈ സാധാരണ കുത്തൊഴുക്ക് വന്നു കഴിഞ്ഞാൽ, മലവെള്ളത്തിൽ കുത്തൊഴുക്ക് വന്നാൽ എല്ലാ ചപ്പും ചവറും സകലതും നല്ലതും ചീത്ത എല്ലാം വെള്ളത്തിൽ, നല്ല തടിയും തേക്കും വരും, ഈട്ടി വരും, പ്ലാവ് വരും, എല്ലാ തടിയും കാട്ടിൽ നിന്ന് എടുത്തുകൊണ്ട് വരും എന്ന് പറഞ്ഞതുപോലെ ഒരു കുത്തൊഴുക്ക് കാസർഗോഡ് നിന്ന് UDF-ന് അനുകൂലമായി വരുന്നുണ്ടെന്നാണ് കേൾക്കുന്നത്. അങ്ങനെ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ആ കുത്തൊഴുക്കിൽ ഈ ജയന്തും ജയിക്കുമോ? അതേസമയം നവ്യ ഹരിദാസ് എന്ന് പറയുന്ന BJP-യുടെ ശക്തയായിട്ടുള്ള നേതാവായിട്ടുള്ള വനിതാ നേതാവ്, അവർ ഇപ്പോൾ മഹിളാ മോർച്ചയുടെ സംസ്ഥാന പ്രസിഡന്റ് മറ്റുമാണ്, അപ്പോൾ പ്രസിഡൻ്റാണെന്ന് തോന്നുന്നു. അപ്പോൾ അവരും ശക്തമായ പ്രവർത്തനമാണ് അവിടെ കാഴ്ചവെക്കുന്നത്. അപ്പോൾ ഈ 3 കൂട്ടരുടെയും കൂടി ത്രികോണ മത്സരം നടക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു മണ്ഡലമായി കോഴിക്കോട് നോർത്ത് മണ്ഡലം മാറിയിട്ടുണ്ട്. അതേസമയം സൗത്തിൽ അങ്ങനെ നമുക്ക് പറയാൻ കഴിയത്തില്ല, കാരണം അവിടെ ലീഗിനൊരു അപ്രമാദിത്വമുള്ള ഒരു മണ്ഡലമാണ്. ഇവിടെ 2 കൂട്ടരും ജയിച്ചിട്ടുണ്ട്. സുജന പാൽ നേരത്തെ കോൺഗ്രസിന് വേണ്ടി ജയിച്ചിട്ടുണ്ട്. അതുപോലെ തോട്ടത്തിൽ രവീന്ദ്രനും പ്രദീപ് കുമാറും ഇടതുപക്ഷത്തിന് വേണ്ടി ജയിച്ചിട്ടുണ്ട്, CPM-ന് വേണ്ടി ജയിച്ചിട്ടുണ്ട്. BJP ഇപ്രാവശ്യം വലിയ വോട്ടാണ് അവിടെ കോർപ്പറേഷനിൽ നേടിയിരിക്കുന്നത്. അവിടെ കാനത്തിൽ ജമീല മരിച്ചുപോയി MLA ആയിരുന്നു. അവരുടെ വാർഡിൽ പോലും, പഴയ മേയറായിരുന്ന അവരുടെ വാർഡിൽ പോലും BJP-യാണ് ഇപ്രാവശ്യം ജയിച്ചത്. അപ്പോൾ ശക്തമായ BJP-ക്ക് വേരോട്ടമുണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രദേശമാണ് കോഴിക്കോട് നോർത്ത്. അതുപോലെ തന്നെ കോൺഗ്രസും മോശമല്ലാത്ത പ്രകടനം കാഴ്ചവെച്ചിട്ടുള്ള മണ്ഡലമാണ്. എന്നാൽ അപ്പർ ഹാൻഡ്, അപ്പോൾ നമുക്ക് ഒരു 40-30 പറയാം. ഒരു 40% അല്ലെങ്കിൽ 40-45% തോട്ടത്തിൽ രവീന്ദ്രന് കൊടുക്കുമ്പോൾ 30% വീതം ആർക്ക് കൊടുക്കേണ്ടി വരും? മറ്റ് 2 പാർട്ടികൾക്ക് കൊടുക്കേണ്ടി വരും. അത് ചിലപ്പോൾ തിരിച്ച് 40 വീണ്ടും തിരിഞ്ഞ് വരാനുള്ള സാധ്യതയും നമുക്ക് തള്ളിക്കളയാനാകില്ല. അതിശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന, നമ്മൾ നേരത്തെ പാലായുടെ കാര്യം പറഞ്ഞതുപോലെ ശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന ഒരു മണ്ഡലമായി നോർത്ത് മണ്ഡലം മാറിയിട്ടുണ്ട്. അത് തീർച്ചയായിട്ടും ഞാൻ സൂചിപ്പിച്ച പോലെ കേരളത്തിലെ ആൻറ്റി ഇൻകംബൻസ് ഭരണവിരുദ്ധ വികാരം
പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങൾ കണ്ടതുപോലെ പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങളിൽ അപ്പർ ഹാൻഡ് കിട്ടിയത് കോഴിക്കോട് കോർപ്പറേഷനിലായാലും കോഴിക്കോട് ജില്ലാ പഞ്ചായത്തിലായാലും അപ്പർ ഹാൻഡ് കിട്ടിയത് കോൺഗ്രസ്സിനാണ്. ആ അപ്പർ ഹാൻഡ് വളരെ കൃത്യമായി നിലനിർത്താൻ കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവിടെ കോൺഗ്രസിൻ്റെ ജയന്ത് ജയിക്കും. അല്ല, അദ്ദേഹം ചെറിയ മോശപ്പെട്ട സ്ഥാനാർത്ഥിയല്ല. അല്ല എങ്കിൽ ഞാൻ ഈ പറഞ്ഞ പോലെ പിന്നെ തോട്ടത്തിൽ രവീന്ദ്രൻ ജയിക്കും. അതുമല്ല, ഇവരെ രണ്ട് കൂട്ടരെയും അട്ടിമറിച്ചുകൊണ്ട് BJPയുടെ വനിത കയറി വരുമോ, നവ്യ ഹരിദാസ് കയറി വരുമോ എന്നുള്ളതും നമുക്ക് ഇപ്പോൾ പറയാൻ കഴിയാത്തൊരു സാഹചര്യമാണുള്ളത്. അതിശക്തമായ ഒരു 10-30 മണ്ഡലങ്ങൾ എടുത്താൽ അതിൽ കോഴിക്കോട് നോർത്തും കൂടി നമുക്ക് കണക്ക് കൂട്ടേണ്ടി വരും. വനിതാ സ്ഥാനാർത്ഥി കൂടെ നിന്ന് BJPയുടെ സ്ഥാനാർത്ഥിയുടെ ഒരു മേന്മ കൂടി കൊണ്ടും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിലുമൊക്കെ BJP ഉണ്ടാക്കിയ നേട്ടവും അതുപോലെ കോൺഗ്രസ് ഉണ്ടാക്കിയ നേട്ടവും ചെറുതല്ല. ആ നേട്ടങ്ങൾ ആവർത്തിച്ചു കഴിഞ്ഞാൽ അവിടെ ആ ത്രിമൂർത്തികളിൽ ആരാണ് ജയിക്കുക എന്ന് നമുക്കിപ്പോൾ പറയാൻ കഴിയുന്ന ഒരു സാഹചര്യമല്ല അവിടെ ഉള്ളത്. തീർച്ചയായിട്ടും കോഴിക്കോട് നോർത്ത് മണ്ഡലം അതിഗൗരവതരമായ ഒരു രാഷ്ട്രീയ പോരാട്ടം നടക്കുന്ന മണ്ഡലമാണ്. അവിടെ ഞാൻ ഈ പറഞ്ഞതുപോലെ കോഴിക്കോട് നഗരസഭയുണ്ട്, കോർപ്പറേഷനുണ്ട്. കോർപ്പറേഷൻ്റെ ഏരിയയും ഒരുപാട് വരുന്നൊരു സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ അവിടെ കോർപ്പറേഷനിൽ ഇപ്രാവശ്യം കോൺഗ്രസിൻ്റെ മേധാവിത്വമുള്ളത് കൊണ്ട്, ജില്ലാ പഞ്ചായത്തിൽ കോൺഗ്രസിൻ്റെ മേധാവിത്വമുള്ളത് ആ മേധാവിത്വം കോഴിക്കോട് നോർത്ത് മണ്ഡലത്തിൽ ഫലിക്കുമോ എങ്കിൽ കോൺഗ്രസ് സീറ്റടിക്കും. അല്ല, വീണ്ടും CPM ആണ് സീറ്റടിക്കുന്നതെങ്കിൽ തോട്ടത്തിൽ രവീന്ദ്രൻ രണ്ടുപേരെയും മലർത്തിയടിച്ചുകൊണ്ട് ലോട്ടറി അടിച്ചതുപോലെ മൂന്നാമത്തെ അത്ഭുതം സൃഷ്ടിക്കാൻ മഹിളാ മോർച്ചയുടെ സംസ്ഥാന നേതാവിന് അവിടെ കോർപ്പറേഷൻ കൗൺസിലറായിരുന്ന, ഇപ്പോഴും കൗൺസിലറാണോ എന്നറിയില്ല, അതിലെനിക്കൊരു സംശയമുണ്ട്, അവരിപ്പോൾ മത്സരിച്ചോ എന്നറിയില്ല, എന്തായാലും നവ്യ ഹരിദാസ് എന്ന് പറയുന്ന ആ വനിതയാണോ വരിക എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം. തെരഞ്ഞെടുപ്പിൻ്റെ ആരവം വരുമ്പോൾ ബാക്കി മണ്ഡലങ്ങൾ കൂടി എടുക്കുമ്പോൾ കോഴിക്കോട് നോർത്തിൻ്റെ പുതിയ കഥകളുമായി നമുക്ക് മനസ്സിലാക്കാം.